ഇത് ഓട്ടോ കേട്ടൺ ആണ്, പെട്രോളിൽ വരുന്ന VXI ആണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കാണ്, വണ്ടി ഓട്ടോമാറ്റിക്കാണ്. പ്രൈസ് എന്ന് പറയുന്നത് 3,75,000 ആണ്. ഇത് കിലോമീറ്റർ 36,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി നല്ല കണ്ടീഷനാണ്, കമ്പനി സർവീസാണ്, ഫുൾ കമ്പനി സർവീസാണ്. പിന്നെ നമ്മുടെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 90% ലോൺ ഫെസിലിറ്റി തന്നെ കിട്ടും. വണ്ടി നല്ല വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഏറ്റവും നല്ല കേട്ടൺ, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ഒരു കിയ സോണറ്റ് നമ്മുടെ ഡീസൽ വേരിയൻ്റ് വരുന്ന മാനുവൽ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് 18,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇയർ വരുന്നത് 2021 മോഡലാണ്. പിന്നെ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് 11,65,000 രൂപയാണ്. ലോൺ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. 90% നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണ്. അത് ഏറ്റവും നല്ല വണ്ടിയാണ്. ഡീസലിൽ വരുന്ന മാനുവലിൽ കിയയുടെ ഏറ്റവും നല്ലൊരു വണ്ടിയാണ് സോണറ്റിൽ വരുന്നത്. ഇത് കിഡാണ്, 2019 ഓട്ടോമാറ്റിക്കാണ്, പെട്രോൾ വേരിയൻ്റ് വരുന്ന. ഇത് 27,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4 ലക്ഷമാണ്, നെഗോഷ്യബിൾ ആണ്. ലോൺ അവൈലബിലിറ്റി ഉണ്ട്, കമ്പനി സർവീസാണ്. ഇത് സിംഗിൾ ഓണറുമാണ്. ഈ വണ്ടി നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും നല്ല ഓട്ടോമാറ്റിക്കലി ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വണ്ടിയാണ്. ഇത് 2019 മോഡലിൽ വരുന്ന മാനുവൽ പെട്രോൾ വേരിയൻറ്റിലുള്ള വാഗണറാണ്. നല്ല കളറാണ്, ബ്ലൂ കളറാണ്. ഇത് സിംഗിൾ ഓണറാണ്. ഇതിൽ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി 5,40,000 രൂപയാണ് പ്രൈസ് വരുന്നത്.
നമുക്ക് ഏറ്റവും സെലക്ട് ചെയ്യാൻ പറ്റുന്ന മാരുതിയുടെ നല്ലൊരു വണ്ടിയാണ്. മാനുവലിലുള്ള പെട്രോൾ അതുപോലെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ZX-ൽ വരുന്ന വേരിയൻ്റുള്ള വണ്ടിയാണ്. 5,50,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. EMI ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി 90% ലോൺ ഫെസിലിറ്റി ഉണ്ട്.